നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. തിരക്കിട്ട പര്യടനങ്ങളിൽ സ്ഥാനാർത്ഥികൾ. ജില്ലയിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഏറെ ഹോട്ടലുകളും അടച്ചുപൂട്ടലിലേക്ക്. മറ്റത്തൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിനെതിരെ പ്രതിഷേധവുമായി LDF രംഗത്ത്. ഒല്ലൂർ ചീരാച്ചിയിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ചു. 2 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. സ്ഥാനാർത്ഥിയോടൊപ്പം. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. ജില്ലാ കോൺഗ്രസ് നേതാക്കളുടെ അകമ്പടിയോടെയായിരുന്നു UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ വ്യാഴാഴ്ചയിലെ പര്യടനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ അങ്ങനെ അടുക്കുകയാണ്. ഏതായാലും പ്രചരണ ചൂട് ഏറിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് തേടിയുള്ള വേഗപ്പാച്ചിലാണ്. ഇപ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് വീടുകൾ കയറിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ജില്ലാ നേതാക്കൾ അടക്കം എത്തിയിട്ടാണ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കം ഇപ്പോൾ ബാബുരാജേട്ടനൊപ്പമുണ്ട്. ഏതായാലും ആദ്യം DCC പ്രസിഡന്റിനോടാണ്. 2021 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ UDFന് നമുക്ക് ഓർക്കാൻ കൂടി നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. 2026 എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അല്ല, സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം വളരെ വലിയൊരു തരംഗം തന്നെയാണ് കേരള സംസ്ഥാനം. 21 വിജയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകമാകെ ഗ്രസിച്ച ആ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. സ്വാഭാവികമായും ജനങ്ങൾ പട്ടിണിയിൽ, വറുതിയിൽ. അപ്പോൾ അന്ന് നൽകിയ ആ ഒരു കിറ്റ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ജനങ്ങളെ സംബന്ധിച്ച് ആ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ മാത്രമേ അവർക്ക് അതിൽ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ആ ഭരണം കൈവിട്ടുപോയത്. ആ 5 വർഷവും പിന്നീടുള്ള 5 വർഷം എന്താണ് പിണറായി വിജയൻ്റെ ഇടതുപക്ഷ സർക്കാർ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും തരത്തിൽ നീതി കിട്ടിയെന്ന് അവകാശപ്പെടാൻ അവർക്ക് പോലും സാധിക്കില്ല. പിന്നെ ഈ പുതുക്കാടിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. 2006 ഇവിടെ ഭരണം കൈവിട്ടു പോകുന്നത്. KP വിശ്വനാഥനെതിരെ ഹൈക്കോടതിയുടെ ഒരു പരാമർശം, പിന്നീട് അത് സുപ്രീം കോടതി തിരുത്തപ്പെട്ടപ്പോഴേക്കും അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് അങ്ങനെയല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കോടതി വിധിയിലൂടെ സ്വാഭാവികമായും വോട്ടർ മാർക്ക് വരുന്നു. അന്ന് കൈവിട്ടു പോയ വിജയം ബാബുരാജിലൂടെ പിടിക്കുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനായിട്ടാണ് ഇങ്ങനെ നാട്ടിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഇപ്പോഴല്ല മുന്നേ കൊടകരയായിരിക്കുമ്പോഴും അങ്ങനൊരു സ്ഥാനാർത്ഥി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് പാർട്ടി സാധിച്ചത്. അത് ഇവിടുത്തെ വോട്ടർമാരുടെ കൂടെ ആഗ്രഹമാണ്. അത് ഇതിലൂടെ സാധിക്കുമ്പോൾ ബാബുരാജിലൂടെ ഞങ്ങൾ പുതുക്കാട് നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വനന്തരപ്പള്ളി പഞ്ചായത്ത് അടക്കം തിരിച്ചു പിടിച്ചു. മറ്റ് പല പഞ്ചായത്തുകളും ഒപ്പം നിർത്തി. മറ്റ് പല പഞ്ചായത്തുകളും വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ സ്വാധീനിക്കും? തീർച്ചയായിട്ടും. അത് സെമി ഫൈനൽ ആയിരുന്നല്ലോ, ഇപ്പോഴല്ലേ ഫൈനൽ. അപ്പോൾ സെമി ഫൈനൽ ഞങ്ങൾ വലിയ വിജയമാണ് നേടിയത്. ആ വിജയത്തിന് നിദാനമായത് സത്യത്തിൽ പിണറായി വിജയൻ്റെ ഭരണം തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഭരണമാണ് ഞങ്ങൾക്ക് ഇനി ഈ ഭരണം കിട്ടാൻ പോകും. ആ 10 വർഷത്തെ തിക്താനുഭവം അതിൻ്റെ ബഹിർസ്ഫുരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ബാബുരാജേട്ടാ, നല്ല അന്തരീക്ഷത്തിൽ നല്ല ചൂടാണ്, തെരഞ്ഞെടുപ്പിന് ചൂടാണ്. ക്ഷീണമായോ? ക്ഷീണമൊന്നുമില്ല. ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയ ആവേശമാണ്. ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ 20 കൊല്ലക്കാലമായി ഈ നിയോജകമണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യയുടെ ജനപ്രതിനിധികൾ അവരുടെ പ്രവർത്തനം മൂലമുള്ള വികസന മുരടിപ്പ് ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത്
UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ വരുമെന്നുള്ളതാണ്. ആ അവസരത്തിൽ ഈ പ്രദേശത്ത് നിന്ന്, ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് UDFിനെ അനുകൂലിക്കുന്ന ഒരു MLA, ഒരു ജനപ്രതിനിധി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാവരിലും ഉള്ളത്. ഞാൻ ചെല്ലുമ്പോഴെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാ പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് തന്നെ എല്ലാവരും സ്വീകരിക്കുന്നത്. 20 വർഷക്കാലം KP വിശ്വനാഥൻ കൈപ്പിടിച്ച് നടത്തിയ പുതുക്കാട് പിന്നീട് 20 വർഷക്കാലം UDFിന് നഷ്ടപ്പെടുകയായിരുന്നു. തദ്ദേശീയനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന പ്രവർത്തകരുടെ ആ ഒരു ആവശ്യം നേതൃത്വം അംഗീകരിച്ചതിന്റെ ഒരു ആവേശമാണോ ഈ പ്രവർത്തകരിൽ കാണുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം വളരെ കാലങ്ങളായി ഈ പ്രദേശത്ത് അറിയുന്ന, ജനങ്ങളെ അറിയുന്ന, ഈ നാടിനെ അറിയുന്ന ഒരു ആൾ ഇവിടെ നിന്ന് സ്ഥാനാർത്ഥിയായും ജനപ്രതിനിധിയായും വരണമെന്നുള്ള ആഗ്രഹം പലപ്പോഴും ഇവിടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ പഠിപ്പിച്ചെങ്കിലും പല സാഹചര്യങ്ങളെ കൊണ്ട് കോൺഗ്രസിൻ്റെ ചില രീതികളും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് അത് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് കൈവന്നിരിക്കുകയാണ്. തീർച്ചയായും ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും പ്രചരണ ചൂടിൽ തളരാതെ വലിയ ആവേശത്തോടെയാണ് KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. 100 സീറ്റിലധികം നേടി UDF ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും അപ്പോൾ പുതുക്കാടിന് UDFിന്റെ പ്രതിനിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വിവിധ ഭാഗങ്ങളിൽ സജീവമായി തുടരുന്നു. വോട്ടർമാരെ നേരിൽ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും ജനപിന്തുണ ഉറപ്പാക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. വ്യാഴാഴ്ച രാവിലെ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിലും വരാക്കര പള്ളിയിലും സന്ദർശനം നടത്തിയ അദ്ദേഹം മതമേലധ്യക്ഷന്മാരുമായും സിസ്റ്റർമാരുമായും വിശ്വാസികളുമായും കൂടിക്കാഴ്ച നടത്തി. മണ്ണമ്പേട്ടയിലെ മാതാ സ്കൂളിലും ടെസ്ല മെഡിക്കൽ സെന്ററിലും ബാബുരാജ് സന്ദർശനം നടത്തി. സ്കൂളിലെ അധ്യാപകരോടും ജീവനക്കാരോടും വോട്ടഭ്യർത്ഥിച്ച അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു. മെഡിക്കൽ സെന്ററിലെ ഡോക്ടർമാരുമായും ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ സ്ഥാനാർത്ഥി ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. വീടുകൾ തോറുമുള്ള സന്ദർശനവേളയിൽ വോട്ടർമാർ വലിയ സ്വീകരണമാണ് നൽകുന്നതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. പുതുക്കാട് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ മോർണിംഗ് വാക്ക് വിത്ത് KKR പരിപാടി ശ്രദ്ധേയമാകുന്നു. പ്രസംഗവേദികളിൽ നിന്ന് മാറി പ്രഭാത സവാരി നടത്തി വോട്ടർമാരെ നേരിൽ കണ്ടാണ് KK രാമചന്ദ്രൻ പിന്തുണ തേടുന്നത്. വ്യാഴാഴ്ച പുതുക്കാട് പഞ്ചായത്തിൽ നടന്ന പര്യടനം പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒരുപോലെ ആവേശമായി മാറി. പുതുക്കാട് ടൗൺ മുതൽ ചെങ്ങാലൂർ വരെയുള്ള ഭാഗങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ വ്യാഴാഴ്ചത്തെ പര്യടനം. പുലർച്ചെ തന്നെ പ്രഭാത സവാരിക്കിറങ്ങിയ സ്ഥാനാർത്ഥി വഴിമധ്യേ കണ്ടുമുട്ടിയ വോട്ടർമാരോട് കുശലാന്വേഷണം നടത്തിയും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തുമാണ് മുന്നേറിയത്. സാധാരണക്കാരെയും തൊഴിലാളികളെയും നേരിൽ കണ്ട് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ അദ്ദേഹം വിശദീകരിച്ചു. സ്ഥാനാർത്ഥിയുടെ ഈ ലളിതമായ സമീപനം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. ഓരോ പോക്കറ്റ് റോഡുകളിലൂടെയും നടന്ന് വീടുകളിലും കടകളിലും കയറി വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥിക്ക് വലിയ വരവേൽപ്പാണ് ചെങ്ങാലൂരിൽ ലഭിച്ചത്. നേതാക്കളായ AC സുബീഷ്, അൽജോ പുളിക്കൻ, PC സുബ്രൻ, PN വിഷ്ണു, സരിത രാജേഷ് എന്നിവരും നിരവധി പ്രവർത്തകരും നാട്ടുകാരും പര്യടനത്തിൽ ഉടനീളം സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള ജനസമ്പർക്ക പരിപാടികൾ തുടരുമെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിച്ചു. ചാലക്കുടി നിയോജകമണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കൊടകരയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, വിനയൻ തോട്ടാപ്പിള്ളി, VR രഞ്ജിത്ത്, ജസ്റ്റിൻ പൊന്മണിശ്ശേരി, പ്രനീല ഗിരീശൻ എന്നിവർ സന്നിഹിതനായിരുന്നു. ചെങ്ങാലൂരിൽ പുതുതായി ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ രാഷ്ട്രീയ ചിഹ്നങ്ങളും പേരുകളും വരച്ച സംഭവത്തിൽ വിവാദം. രണ്ടാം കല്ല് പാറയ്ക്കമന റോഡിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ടാറിംഗ് പൂർത്തിയാക്കിയതിന് പിന്നാലെ വൈകുന്നേരം LDF പ്രവർത്തകർ റോഡിൽ ചിഹ്നങ്ങളും പേരുകളും വരച്ചതായാണ് പരാതി. സംഭവത്തിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറും സ്ഥലത്തെത്തിയിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ജോയ് മഞ്ഞളിയും സതി രജീഷും ഉൾപ്പെടെയുള്ളവരുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ഇലക്ഷൻ സ്ക്വാഡിന്റെയും പോലീസിന്റെയും അനുമതിയോടെ റോഡിൽ വരച്ചതും എഴുതിവച്ചതും പൂർണ്ണമായും മായിച്ചു. പുതിയ ടാറിന്റെ ചൂട് പൂർണ്ണമായി കുറഞ്ഞതിന് മുൻപ് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് നിയമലംഘനമാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും BJP പ്രവർത്തകർ അറിയിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ജില്ലയിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഏറെ ഹോട്ടലുകളും അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ്. ചെറിയ ഭക്ഷണശാലകൾ
പ്രവർത്തന സമയം പകുതിയായി കുറച്ചു. പാചകവാതക പ്രതിസന്ധി എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന ആശങ്കയിലാണ് ഹോട്ടൽ ഉടമകളും തൊഴിലാളികളും. ചെറുകിട ഹോട്ടലുകളിലും തട്ടുകടകളിലും സിലിണ്ടർ സ്റ്റോക്ക് ഏറെക്കുറെ തീർന്നു. പാചകവാതകക്ഷാമത്തിൽ നട്ടം തിരിയുന്നതിനൊപ്പം ഹോട്ടലുകളുടെ ചിലവും കുതിച്ചുയർന്നു. ഗ്യാസ് ലഭിക്കാൻ പ്രയാസമായതോടെ ഇൻഡക്ഷൻ കുക്കറുകൾ, ഇൻഡക്ഷൻ കോയിലുകൾ, ഇലക്ട്രിക് കെറ്റിലുകൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചതോടെയാണ് വൈദ്യുതി ചാർജ് കുതിച്ചുയർന്നത്. സാമ്പത്തികമായി വലിയ നഷ്ടമാണ് ഇതുണ്ടാക്കുന്നതെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ഇതുമൂലം ചായയ്ക്കും ചെറുകടികൾക്കും 15 രൂപയായി ഉയർത്തിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ. കെട്ടിട വാടക ബാധ്യതയുള്ള ചെറുകിട ഹോട്ടലുടമകളെ സംബന്ധിച്ചിടത്തോളം പാചകവാതക പ്രതിസന്ധി നീളുന്നത് വലിയ കടബാധ്യതയിലേക്ക് നയിക്കും. ഒരേ കൊല്ലം ഓരോ പ്രശ്നങ്ങളാണ്. കൊറോണയും വെള്ളപ്പൊക്കം അങ്ങനത്തെ ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ കൊല്ലം ഗ്യാസിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഗ്യാസില്ലാണ്ട് 10-15 ദിവസമായി ഇപ്പോൾ കടടച്ചെടുക്കുന്നത്. പണിക്കാർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അവരെല്ലാം കാശില്ല. അവർക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറേ കോളുകൾ വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലും കയറും. പല പല പ്രശ്നങ്ങളാണ് പൈസ ഇല്ലാത്തതിന് പേരിൽ. ജോലി ഇല്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് എന്നീ പ്രതിസന്ധി മാറാമെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. എന്നാ തുറക്കാൻ പറ്റുക ഒന്നും അറിയില്ല. ഒരു കാര്യം പുതിയ ന്യൂസാണ്, ഒന്നും കിട്ടാനില്ല. നമുക്ക് ഇനി എന്ന് തുറക്കാൻ പറ്റും? ഇനി വീണ്ടും പഴയതുപോലെ ആവുമോ? അതിന് എത്ര സമയം എടുക്കും? അതുവരെ എങ്ങനെ ജീവിക്കും? പല കാര്യങ്ങളും ബുദ്ധിമുട്ടിലാണ്. എങ്ങനെയെങ്കിലും ഹോട്ടലുകൾ പൂട്ടാതെ നടത്തിക്കൊണ്ടുപോകുക എന്നത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്ന് ഹോട്ടലുടമകൾ പറയുന്നു. കാരണം ഹോട്ടലുകൾ അടച്ചിട്ടാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങും. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്യാസ് ക്ഷാമം പരിഹരിച്ചാൽ പോലും ഇവർ തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഹോട്ടൽ മേഖലയിൽ ക്ലീനിംഗ്, ഹൗസ് കീപ്പിംഗ് വിഭാഗങ്ങളിലായി 80% പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഹോട്ടലുകൾ പൂട്ടിയാൽ ഇവർ മടങ്ങും. ഇതാണ് ഹോട്ടലുടമകളെ ആശങ്കയിലാക്കുന്നത്. मेरा नाम हेमंत है। मैं वेस्ट बंगाल से आया हूँ। इधर काम करने के लिए इधर 8 साल हुआ। अभी तक कुछ भी नहीं हुआ था इधर। अभी फिर 8 साल के बाद इधर गैस का प्रॉब्लम हुआ। अभी पैसा भी नहीं है हाथ में। 10-15 दिन हुआ, जाने के लिए पैसा भी नहीं है। क्या करेगा अभी? हम लोग को मालूम नहीं पड़ रहा है। इधर प्यारोल भी मतलब जूस मास्टर है, रूम में आदमी है, टेंशन में। अभी वोट का भी दिन आ रहा है, पैसा नहीं है जेब में 1 रुपये। अभी खाने का पैसा भी नहीं हो रहा है, गैस नहीं है। क्या करेगा अभी? मालूम नहीं है क्या करना पड़ेगा। मेरा नाम पियारुल है। मैं कलकत्ता से इधर आया। अभी 5-6 साल काम किया। अभी गैस का प्रॉब्लम हो गया। 10-12 दिन से बैठा है। घर जाने के लिए हाथ में पैसा भी नहीं है, कैसा घर जाएगा? अभी पूरा इधर मुश्किल हो रहा है, खाने का रहने का पूरा मुश्किल हो रहा है। घर पे जाएगा, पैसा नहीं है हाथ में, क्या करेगा? वही सोच रहा हूँ। घर से फ़ोन कर रहे हैं, आ जाओ, पैसा नहीं है, कैसा जाएगा? टेंशन हो रहा है अभी, क्या करेगा? ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ ചായക്കടകൾ പോലും അടച്ചിടുകയോ പ്രവർത്തന സമയം കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി സൗജന്യ നിരക്കിൽ ഭക്ഷണം വിതരണം ചെയ്തിരുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾക്കും താഴെ വീണ് കഴിഞ്ഞു. യാത്ര ചെയ്യുന്നവർ ലഘുഭക്ഷണമെങ്കിലും കയ്യിൽ കരുതണമെന്ന സ്ഥിതിയാണ്. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ ജില്ലയിലെ പല ഭക്ഷണശാലകൾക്കും പൂട്ടുവീണിരിക്കുന്നു. നേരത്തെ വിഭവങ്ങൾ ചുരുക്കി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ അതിനും കഴിയാത്ത അവസ്ഥയിലാണ് ഭക്ഷണശാലകൾ. ഒപ്പം ഈ മേഖലയിൽ പണിയെടുക്കുന്ന 100 കണക്കിന് തൊഴിലാളികളാണ് തൊഴിലില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ അനവധി ഇതര സംസ്ഥാനക്കാരുമുണ്ട്. പാചകവാതക പ്രതിസന്ധി എന്ന് തീരുമെന്ന വലിയൊരു ആശങ്കയും ഇവർക്കുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അനുഭവപ്പെടുന്ന കടുത്ത കുടിവെള്ളക്ഷാമത്തിനെതിരെ LDF മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം മൂന്നുമുറി ടൗൺ ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് ഉമ്മുകുൽസു അസീസ് അധ്യക്ഷത വഹിച്ചു. LDF മറ്റത്തൂർ പഞ്ചായത്ത് കൺവീനർ PK കൃഷ്ണൻകുട്ടി, CPM വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി PK രാജൻ, CPM മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി PS പ്രശാന്ത്, CPI മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി റോയ് കല്ലമ്പി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, മറ്റത്തൂർ
കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ CC ബിജു, വികസന സ്ഥിരസമിതി അധ്യക്ഷൻ KR ഔസേഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിതാ ജനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞങ്ങളിവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാം, കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിനിടയിലും ഓരോ മനുഷ്യൻ്റെയും വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് ദാഹജലം കിട്ടുന്നത്. ആ ദാഹജലം ലഭിക്കുന്നുണ്ടോ? ആ ദാഹജലം കൊടുക്കാൻ ഉത്തരവാദിത്വം സ്വാഭാവികമായും ഇവിടുത്തെ പ്രാദേശിക സർക്കാരിനാണ്. ഇവിടുത്തെ ഓരോ മനുഷ്യൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കളക്ടറെ ഒന്ന് പോയി കാണണം, ആദിവാസി മേഖലയിലെ പാവപ്പെട്ട ആദിവാസികൾക്ക് വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നമുക്ക് നടപടി സ്വീകരിക്കണം. അതൊന്ന് കേട്ടു പോകുന്നതല്ലാതെ അതിന് തുടർച്ചയായിട്ടുള്ള ഒരു ഫോളപ്പ് ഉണ്ടാകുന്നില്ല. അപ്പൊ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് നേരത്തെ ഇവിടെ പല സഹാക്കളും രൂക്ഷമാക്കുന്നതിൽ പഞ്ചായത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് BJP കാണിക്കുന്ന അലസത ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് വേനൽക്കാലം ഉണ്ടായതുകൊണ്ട് കുടിവെള്ള ക്ഷാമം ഉണ്ടാകുമെന്ന എല്ലാ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ 4 പേരെ സാഷ്ടാംഗം വളഞ്ഞു നിന്നുകൊണ്ട് പിന്താങ്ങി കൊടുക്കുന്ന കൈപ്പറ്റി ചിഹ്നത്തിൽ ജയിച്ചു വന്ന 8 ആളുകൾ ഇന്ന് എവിടെയാണെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ, ഈ ദുരിതം നീണ്ടുകൊണ്ടേ. ഉല്ലൂർ ചീരാച്ചിയിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. മാളയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ കൊല്ലം പട്ടത്താനത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നാളെ സംസ്കാരം നടക്കും. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലിടത്ത്, ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവയുൾപ്പെടെ നിരവധി സിനിമകളിൽ രാജേന്ദ്രൻ ക്യാരക്ടർ റോളുകളിലും വില്ലൻ റോളുകളിലും അഭിനയിച്ചു. നാടകം, സിനിമ എന്നിവയോടൊപ്പം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു അദ്ദേഹം. പ്രശസ്ത നാടകാഭിനേതാക്കളായിരുന്ന O. മാധവന്റെയും വിജയകുമാരിയുടെയും മകളായ സന്ധ്യയാണ് രാജേന്ദ്രന്റെ ഭാര്യ. മകൻ ദിവ്യദർശൻ സിനിമാഭിനേതാവാണ്. നടനും MLAയുമായ M. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ് രാജേന്ദ്രൻ. ഹരിദ്വാറിലെ അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാറിന്റെ നേതൃത്വത്തിൽ ആനന്ദ്പുരത്ത് ഗായത്രി മഹായജ്ഞം നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മോസ് വൈദ്യരാജ് ഔഷധശാല കോമ്പൗണ്ടിൽ ഞായറാഴ്ച രാവിലെ 9 മുതലാണ് മഹായജ്ഞം ആരംഭിക്കുക. സ്വാമി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ്, ശബരിമല മുൻമേൽശാന്തിമാരായ ജയരാജ് നമ്പൂതിരി, എഴിക്കോട് ശശി നമ്പൂതിരി, അഴകം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗുരുവായൂർ മുൻമേൽശാന്തി EK ഹരിനാരായണൻ നമ്പൂതിരി, സ്വാമി യോഗി മഹേശ്വരാനന്ദ, അഷ്ടവൈദ്യൻ ET ദിവാകരൻ മോസ്, ഗുരുവായൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് EK വിജയൻ എന്നിവരെ യജ്ഞവേദിയിൽ ആദരിക്കും. മനുഷ്യന്റെ ജീവശക്തി, സഹനശക്തി, രോഗപ്രതിരോധ ശക്തി എന്നിവയെ വർദ്ധിപ്പിക്കുന്നതിന് യജ്ഞം ഉപകരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വൈദ്യരാജ് ഔഷധശാല മാനേജിംഗ് പാർട്ണർ ഡോക്ടർ KS കൊച്ചുമോൻ, ഗായത്രി പരിവാർ സംഘാംഗം VS ജോഷി, വൈദ്യരാജ് ഔഷധശാല മാനേജർ M. ജയകുമാർ, ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് മാനേജർ K. രാമൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനത്തിൽ നടത്തുന്നത്. ഇത് അമ്പലങ്ങളിലാണ് സാധാരണ നടത്തുക. ഓരോ ഇത് കഴിയുമ്പോഴും അടുത്ത 10 പേര് 240 പേര് ഇരിക്കും. ഒരു പ്രാവശ്യം 240 പേര് ഇരിക്കും. സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഗായത്രി മന്ത്രത്തിൽ പങ്കെടുക്കാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും നമ്മൾ ക്ഷണിക്കുന്നു. ജാതിയോ മതോ ഒന്നുമില്ലേ, രാഷ്ട്രീയമില്ല, എല്ലാവർക്കും പങ്കെടുക്കാം. ഇത് ഈ യാഗത്തിന് ശേഷം പ്രസാദമായിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പള്ളിവേട്ട ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന പൂരം എഴുന്നള്ളിപ്പ് വേറിട്ടതായി. 3 റോബോട്ടിക് ആനകളെ അണിനിരത്തിയാണ് എഴുന്നള്ളിപ്പ് നടന്നത്. ക്ഷേത്രമക തേശ്ശേരി അനന്തപത്മനാഭൻ എന്ന റോബോട്ടിക് ആന ദേവന്റെ തിടമ്പേറ്റി. മേളത്തിന് ചേന്നമംഗലം രഘുമാരാർ പ്രാമാണികത്വം വഹിച്ചു. രാത്രിയിൽ പള്ളിവേട്ടയും ഉണ്ടായിരുന്നു.
ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് KI പുരുഷോത്തമൻ, സെക്രട്ടറി PS അജയ് കുമാർ, ട്രഷറർ CV രാജൻ, ദേവസ്വം സെക്രട്ടറി ശശി കൊമ്പത്ത്, NP ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്സവം വെള്ളിയാഴ്ച ആറാട്ടോടെ സമാപിക്കും. മലയാളിയുടെ ചിരിയിടങ്ങളിൽ ശുദ്ധഹാസ്യം കൊണ്ട് കൊത്തിവെച്ച പേരാണ് ഇന്നസെന്റ്. തമാശക്കാരുടെ ചക്രവർത്തി വിടവാങ്ങിയിട്ട് 3 വർഷമായെങ്കിലും ഇന്നച്ചൻ തീർത്ത ചിരിമേളപ്പെരുക്കം മരിക്കുന്നില്ല. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ നിർത്ത്. താക്കോൽ കൊടുക്കാതേന്ന് ചൊല്ലൂ. അതേലോ, താക്കോലെടുക്കാ. പിന്നെ ഉണ്ണിത്താൻ എന്താ എടുത്തിട്ടില്ല? അത്ര തന്നെ, ശരിക്കും താക്കോൽ എടുത്തിട്ടില്ല. മലയാള സിനിമ നമുക്ക് സമ്മാനിച്ച ഒരുപാട് നടന്മാരുണ്ട്. അതിൽ ചിലർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് പകരം മറ്റാരെയും ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ കഴിയില്ലെന്ന്. ഇന്നസെന്റ് എന്ന നടനും മലയാളത്തിന് അങ്ങനെയായിരുന്നു. മാന്നാർ മത്തായിയും കിട്ടുണിയും KK ജോസഫും ഡോക്ടർ പശുപതിയും സ്വാമിനാഥനും തുടങ്ങി അദ്ദേഹം സ്ക്രീനിൽ മനോഹരമാക്കിയ ഓരോ കഥാപാത്രവും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇരിങ്ങാലക്കുടക്കാരൻ തെക്കേത്തല വറീദിന്റെ 8ാം ക്ലാസ്സുകാരനായ മകൻ, നർമ്മത്തിൽ ഫുൾ A+കാരനായ കഥ സിനിമയെപ്പോലും വെല്ലുന്നതായിരുന്നു. കോടമ്പാക്കത്തെ കണ്ണീരും കയ്പും നിറഞ്ഞ കാലം താണ്ടിയാണ് ഇന്നസെന്റ് എന്ന വ്യക്തി സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ എത്തുന്നത്. 1972 നൃത്തശാല എന്ന ചിത്രത്തിൽ പത്രക്കാരന്റെ വേഷം ചെയ്തായിരുന്നു തുടക്കം. സിനിമയിൽ പിന്നീട് അവസരങ്ങളൊന്നും കിട്ടാതായപ്പോൾ തീപ്പെട്ടി കമ്പനിയും ലെതർ ബാഗ് കച്ചവടവും ഒക്കെ അദ്ദേഹം പരീക്ഷിച്ചു. പക്ഷേ അവയൊന്നും മെച്ചപ്പെട്ടില്ല. ഒടുവിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങി. സ്വന്തമായി നിർമ്മിച്ച ഇളക്കങ്ങളിലെ കറവക്കാരന്റെ വേഷം വഴിത്തിരിവായി. ഒടുവിൽ 1989 റാംജി റാവു സ്പീക്കിംഗ് ഇറങ്ങിയതോടെ മലയാളിക്ക് ചിരിയുടെ മറുപേരായി ഇന്നസെന്റ് മാറുകയായിരുന്നു. അഭിനയ ജീവിതം ആരംഭിക്കുമ്പോൾ വർഷം 3 സിനിമകൾ മാത്രമായിരുന്നു ഇന്നസെന്റ് ചെയ്തത്. എന്നാൽ 90കളായപ്പോഴേക്കും കഥ മാറി. വർഷം 40 ചിത്രങ്ങളിൽ വരെ ഇന്നച്ചൻ അഭിനയിച്ചു. ജീവിതത്തിൽ കണ്ടുമുട്ടിയ മുഖങ്ങളെല്ലാം ഇന്നസെന്റ് കഥാപാത്രങ്ങളിലേക്ക് പകർത്തി. പൊന്മുട്ടയിടുന്ന താറാവ്, കിലുക്കം, മിഥുനം, കല്യാണരാമൻ തുടങ്ങി മലയാളക്കര ഇന്നും ഓർത്തൊടുത്ത് ചിരിക്കുന്ന മിക്ക കോമഡി രംഗങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ സംഭാവനകളായിരുന്നു. അവതരിപ്പിച്ച കഥാപാത്രങ്ങളെപ്പോലെ ജീവിതത്തിലും നർമ്മം കൊണ്ടു നടന്ന ആളാണ് ഇന്നസെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഏവരും പതറിപ്പോകുന്ന ഒരു രോഗത്തെ മുഖാമുഖം കണ്ട് തിരിച്ചുവന്ന ഇന്നസെന്റ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയതും. സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹം പറഞ്ഞതൊന്നും വെറും നർമ്മമായിരുന്നില്ല. ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ദർശനങ്ങളൊക്കെ നർമ്മത്തിന്റെ ചെറിയ ചിമിഴുകളിൽ ഒളിപ്പിച്ച് അദ്ദേഹം അവതരിപ്പിക്കുകയായിരുന്നു. ആ നർമ്മങ്ങൾ ഒപ്പമുള്ളവർക്ക് തമാശയും ചിന്തയും സമ്മാനിച്ചിരുന്നു. നടൻ എന്ന നിലയിൽ മാത്രമല്ല, മികച്ച രാഷ്ട്രീയക്കാരനും കൂടിയാണ് താനെന്ന് ഇന്നസെന്റ് തെളിയിച്ചിരുന്നു. 2014 ഇടത് സ്വതന്ത്രനായി ലോക്സഭയിലേക്കെത്തി. പാർലമെന്റിൽ മലയാളത്തിൽ പ്രസംഗിച്ചും അർബുദ രോഗികൾക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുമൊക്കെ MP ആയും ശ്രദ്ധേയനായി. 5 പതിറ്റാണ്ടിന്റെ ചലച്ചിത്രയാത്ര അവസാനിപ്പിച്ച് ഇന്നസെന്റ് എന്ന അതുല്യ പ്രതിഭ കടന്നുപോയപ്പോൾ ബാക്കിയായത് ഒരു വലിയ ചിരിയായിരുന്നു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ എൽ റൂഹ മലയോര മേഖല ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. എൽ റൂഹ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ റാഫേൽ കോക്കാടൻ, ഇടവക വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ഫാദർ ജിറ്റോ ജോയ്, ട്രസ്റ്റി രാജേഷ് ചേലപ്പുറത്ത്, ജനറൽ കൺവീനർ ഡിക്സൺ മൂലവളപ്പിൽ തുടങ്ങിയവർ ചേർന്ന് തിരി തെളിയിച്ച് ധ്യാനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 5:30 വരെ കൗൺസിലിംഗും വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും തുടർന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ വചനപ്രഘോഷണവും ആരാധനയും ഉണ്ടായിരിക്കും. 9:30 വരെ ചടങ്ങുകൾ നടക്കും. 29 ഞായറാഴ്ചയാണ് ധ്യാനം സമാപിക്കുക. മാട്രിമോണിയിലെ ആ തിരച്ചിൽ വെറുതെയായില്ല. IT പ്രൊഫഷണലുകളായ ഇരട്ട സഹോദരിമാർക്ക് ഇരട്ടകൾ തന്നെ കൂട്ട്. കൊടകരയിൽ കൗതുകമായി മാറിയ കല്യാണത്തിന്റെ വിശേഷങ്ങൾ കാണാം. കൊടകര മനക്കുളങ്ങരയിലെ IT വിദഗ്ധരായ ഇരട്ട സഹോദരിമാർക്ക് ഇരട്ടകളായ യുവ എഞ്ചിനീയർമാർ താലി ചാർത്തിയപ്പോൾ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും ഇത് ഇരട്ടി മധുരമായി. കൊടകര മനക്കുളങ്ങര നാരായണത്തോട്ടത്തിൽ ശോഭനൻ സുനിത ദമ്പതികളുടെ മക്കളായ അഞ്ജലിയും അഞ്ജിതയുമാണ് തൃശൂർ കണ്ണാറ ഒരപ്പൻപാറ കടയത്ത് വാസു വത്സല ദമ്പതികളുടെ
ഇരട്ട പിറന്ന മക്കളായ അനീഷിനെയും അനൂപിനെയും ജീവിത പങ്കാളികളാക്കിയത്. ഒരുമിച്ച് ജനിച്ച് ഒന്നിച്ച് പഠിച്ചു വളർന്ന് ഒരേ മേഖലയിൽ ജോലി നേടിയ മക്കൾക്ക് ഇരട്ടകളായ ജീവിത പങ്കാളികളെ തന്നെ വേണമെന്ന് ഇരു വീട്ടുകാരും നേരത്തെ മുതൽ ആഗ്രഹിച്ചിരുന്നു. നീണ്ട നാളത്തെ തിരച്ചിലിനൊടുവിലാണ് മാട്രിമോണി വഴി അനുയോജ്യരായവരെ കണ്ടെത്തിയത്. പ്രൊഫഷനിലെ സാമ്യം കൂടിയായപ്പോൾ വിവാഹം പെട്ടെന്ന് തന്നെ ഉറപ്പിച്ചു. ഇരട്ടകളെ നോക്കി ആദ്യം നടന്നിരുന്നു, പിന്നീട് ശരിയായില്ല. പിന്നീട് നമുക്ക് ഇരട്ടകളെ തന്നെ കിട്ടണമെന്നൊരു ഇതായിരുന്നു. പിന്നെ കിട്ടി. അവരിപ്പോൾ രണ്ടുപേരും കുറച്ച് നമ്മുടെ മക്കൾ രണ്ടുപേരും കുറച്ച് ഇൻഫോ പാർക്കിലാണ് ജോലി. 2 വർഷമായിട്ട് അവിടെ തന്നെയാണ്. ചെക്കന്മാർ രണ്ടുപേരും നമ്മുടെ പീച്ചി കണ്ണാറ ഭാഗം അവിടെ ജോലിന് ബോംബെ സെറ്റിലാണ്. ബോംബെയിലാണ് രണ്ടുപേർക്കും ജോലി. രണ്ടാളും 2 കമ്പനിയിലാണ്. അവർ രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. അച്ഛനമ്മയും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനമ്മയും നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളില്ല. നമ്മൾ വിചാരിച്ച മാതിരി തന്നെ നമുക്ക് കാര്യങ്ങൾ ഒത്തു കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാട്രിമോണി വഴിയാണ് നമുക്ക് കിട്ടിയത്. ഇരട്ടകൾ തന്നെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം പിടിച്ചാലും നമുക്കത് തന്നെ കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അനീഷും അനൂപും മുംബൈയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ്. ഇവരുടെ കുടുംബം വർഷങ്ങളായി മുംബൈയിൽ തന്നെയാണ് താമസിക്കുന്നത്. അഞ്ജലിയും അഞ്ജിതയും കൊരട്ടി ഇൻഫോ പാർക്കിലെ IT പ്രൊഫഷണലുകളാണ്. ബുധനാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലായിരുന്നു താലികെട്ട്. തുടർന്ന് നെല്ലായി കൊളത്തൂരിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കുചേർന്നു. കാഴ്ചയിലും കരിയറിലും ഒരുപോലെ ഇരിക്കുന്ന ഇരട്ട ദമ്പതികൾക്ക് വിവാഹ ആശംസകൾ നേരാൻ നിരവധി പേർ എത്തി. കാവല്ലൂർ അയ്യഞ്ചിറ ശ്രീ ഭഗവതി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും തോറ്റംപാട്ടും മാർച്ച് 29, 30 തീയതികളിലായി നടക്കും. യാത്രായാത്രികം 2026 ത്രിദിന മൊബൈൽ യാത്രാ ഫോട്ടോ പ്രദർശനവും മത്സരവും യാത്രിക സംഗമവും ഏപ്രിൽ 10 മുതൽ 12 വരെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ സംഘടിപ്പിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,250 രൂപ, പവന് 1,06,000 രൂപ. ഇരിങ്ങാലക്കുട കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായിരുന്ന പറപ്പൂക്കര കാട്ടാലപ്പറമ്പിൽ അഡ്വക്കേറ്റ് KK ഹർഷൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. പറപ്പൂക്കര PVS ഹൈസ്കൂൾ മാനേജരായും SNDP പറപ്പൂക്കര ശാഖ പ്രസിഡന്റായും ദീർഘകാലം സേവനം അനുഷ്ഠിച്ചു. പരേതയായ വിജയകുമാരി ടീച്ചറാണ് ഭാര്യ. ഡോക്ടർ ബിനേഷ്, അനീഷ് എന്നിവർ മക്കളും ഡോക്ടർ ഷാജിമ, ബിന്നി എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം നടത്തി. കല്ലൂർ പാറക്കാട് ചന്ദനംപുറത്ത് കൊച്ചുമോൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജയന്തിയാണ് ഭാര്യ. അഞ്ജു, അനു, അക്ഷയ് എന്നിവർ മക്കളും രാകേഷ്, അരവിന്ദ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. തിരക്കിട്ട പര്യടനങ്ങളിൽ സ്ഥാനാർത്ഥികൾ. ജില്ലയിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഏറെ ഹോട്ടലുകളും അടച്ചുപൂട്ടലിലേക്ക്. മറ്റത്തൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിനെതിരെ പ്രതിഷേധവുമായി LDF രംഗത്ത്. ഒല്ലൂർ ചീരാച്ചിയിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ചു. 2 പേർക്ക് പരിക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.